അച്ചോയ് അച്ചോയ് എണീക്കച്ചാ എന്തൊരു ഉറക്കത് ഞാൻ എന്തെന്നാ ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയി കിടന്നു. ഓ വീട്ടിൽ എന്തിനു പോയെന്നാ വീട്ടിൽ കിടന്നുറങ്ങിയ അച്ഛ എവിടെ കിടക്കണമെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ലടേ. എങ്ങനെ ഓർമ്മ കാണും? ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാ ഓർമ്മശക്തി പിന്നെ പോവാതെ ഇമാരെ കുടിയല്ലേ കുടിക്കണത്. നമ്മളെ പ്രായം കൂടെ വരുവാണ്. ചന്ദ്ര ചോദിച്ചേ ഞാൻ ഇന്നലെ ദോശ കഴിച്ചു. പിന്നെ ദോശയും സാമ്പാറും പിന്നെ ചായയില് പിന്നെ ഉഴുന്നോടെ എന്ത് പിന്നെ ഞാന് പരിപ്പട ലച്ചുവിന് വാങ്ങിച്ചു കൊടുത്തു. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമല്ലേ പരിപ്പട. അവള് പോയി. ഇവിടെ ഒരു പോണുണ്ട്. ഒന്നുമില്ല. അച്ഛൻ വീട്ടിലോട്ട് വരണല്ലെങ്കിൽ വീട്ടിലോട്ട് വരണ്ട. പക്ഷെ കഴിപ്പ് നിർത്തണം കേട്ടാ. കേശു ഇങ്ങനെ പോയാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ അവന്മാരെ ഒതുക്കാൻ പറ്റൂല. ഒതുക്കിയില്ലെങ്കിൽ പണി പാളും. അതും ശരിയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ നാട്ടില് പൊതുവെ വേറൊരു സംസാരമുണ്ട്. മുട്ടപാലു ആദ്യം ലാലുവിനെ ഒതുക്കി, ഇപ്പൊ ലാലുവിന്റെ ശിങ്കിടിയായ ജോയിമോനെ ഒതുക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ, എന്നെ ഇടിക്കാൻ വന്ന വണ്ടിയില്ലേ ആ ജോയിമോനല്ലായിരുന്നു. അത് ഏതോ റെന്റേക്കാറായിരുന്നു സംഭവം. ആ പുള്ളി ഇവിടെ മൂലപ്പാട റോഡ് കയറിയപ്പോ തന്നെ വെള്ളം എങ്ങാണ്ട് അടിച്ചിട്ടെങ്ങാണ്ടുണ്ടായിരുന്നു. ഏതോ ഒരു സ്കൂട്ടർ തന്നെ ചെന്നിടിച്ച് അവൻ മണ്ടോളന്ന് വീണ്. അത് കഴിഞ്ഞാൽ എന്നെ ഇടിക്കാൻ വന്നത്. അത് കഴിഞ്ഞ് അവസാനം അവിടെ ആലുവ ഏതോ പില്ലറിലാണെന്ന് തോന്നുന്നു, മെട്രോ പില്ലറിൽ ഇടിച്ച് അവിടെ നിന്ന് എല്ലാവരും പിടിച്ച്. അതിന്റെ ഒറിജിനൽ ഓണർ ഇവിടെ പാലക്കാട് തൃശ്ശൂർ അങ്ങനെ കണ്ടുള്ളൂ വേറൊരു പുള്ളി. ആ ജോയിമോൻ അല്ലായിരുന്നു കേട്ടാ. ജോയിമോന്റെ പേര് പറയണം. ജോയിമോൻ അല്ലെങ്കിലും ജോയിമോന്റെ പേര് പറയണോടാ, എന്നാലേ ഒതുങ്ങോളൂ. അങ്ങനെയുണ്ട്. അവനെ ആള് പിഴയാണ് അവൻ. പക്ഷെ അവൻ രാജകുമ്പാലാണ്. അവൻ പതുങ്ങിയിരുന്ന് കൊത്തു. എന്നോട് നമ്മുടെ കുമാരനല്ലേ എന്നെ പണിക്ക് വിളിച്ചോണോടാ. പുള്ളി പറഞ്ഞേ ജോയിമോന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് നേർക്ക് നേരെ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ റൂട്ടിൽ കൂടെ അടിക്കൂ. പിന്നീന്ന് കുത്തു. അച്ഛന്ന് സൂക്ഷിച്ചോണേ. സൂക്ഷിക്കാം. ഞാൻ ഇവിടെ ഉടനെ നന്നായിട്ട് ഉറങ്ങൂടാ. ഒരു അര ഉറക്കം ഉറങ്ങുള്ളൂ. ഏവന്മാർ എപ്പോൾ കയറി വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു അര ഉറക്കം ഞാൻ ഇവിടെ ഉറങ്ങുള്ളൂ. അച്ഛൻ വിശക്കുന്നുണ്ടോ രാവിലെ? മക്കളെ സത്യം പറയാല്ല, കെട്ട് കിട്ടില്ല. എണീറ്റപ്പോ ഇങ്ങനെ കയറി വരയണം. അത് തന്നെ ഞാൻ പറഞ്ഞേ, അതിനി അടിക്കല്ലേ. വിശക്കണമെന്നില്ല മക്കളെ. ഇല്ലേ എന്തിനാടേ? ഇതാ എനിക്കറിയാം, ഇന്നലെ 2 ഉണക്ക തോയ കഴിച്ച അച്ഛൻ എന്തിനാവേ രാവിലെ നന്നായിട്ട് വിശക്കുന്ന്. ഉളുന്തുപടി, സൂട് ഉളുന്തുപടി. ഓ നമ്മുടെ അണ്ണൻ്റെ ഇടയിൽ നിന്ന് ഉഴുന്നോടെ ഉണ്ട്. പരിപ്പോട് മേടിച്ചു. പരിപ്പോട് വെച്ചില്ലേ? ശരി കൊള്ളാം കേട്ടോ. അച്ഛാ അച്ഛാ അമ്മയൊന്ന് വിളിക്കത്തത്. അമ്മകളെ നീ പോവാൻ നോക്ക് മക്കളെ. ഇത് കൊണ്ടുപോ. അല്ല അച്ഛാ, ഞാനേ ഇന്ന് രാത്രി അച്ഛനോട് കൂടെ നടക്കട്ടാ. അച്ഛന് വിരോധമൊന്നുമില്ല. എൻ്റെ മക്കളും അച്ഛൻ കെട്ടിപ്പിടിച്ച് കിടക്കും. പക്ഷെ ഒരു കാര്യം, വീട്ടില് അവര് എണീറ്റ് നോക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ആകെ പ്രശ്നമാണ് മക്കളെ. പറഞ്ഞാലും കാര്യമുണ്ടല്ലേ. മക്കള് പോയോ? എനിക്ക് ഞാൻ എൻ്റെ സഹായം വേണം അല്ലേ? അല്ല കുഴപ്പമില്ല. പിന്നെ അച്ഛൻ നാളെ വീട്ടിലോട്ട് വരൂലേ? നീ ചെല്ല്, ഞാൻ നോക്കട്ടെ. ശരി അച്ഛാ, പോട്ടാ. ഓ ചെല്ലടേ. വിളിക്കണേ എന്തിനാണ് വിളിക്കണേ? ചീനു പറയടാ. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഓരോ പണി ചെയ്തോണ്ടിരിക്കണടാ. ചേച്ചി എത്ര പേരോടെ ഒറ്റക്കിടന്ന് കഷ്ടപ്പെടുന്നത്? ചേച്ചി മാത്രമല്ലേ ഉള്ളൂ വീട്ടില്. ഓ പണിയെടുക്കാനായിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. നീ എന്തിനാ വിളിച്ചേ? അവിടെ പോണ്?
എപ്പോ? ഒരാഴ്ചക്കുള്ളില്ല. ആ ഒന്നുമില്ലടാ. അപ്പോളേ പോണവര് പോട്ടറ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ശരി. നിന്റെ അടുത്ത് അടുക്കള കയറി ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഒന്നാമത് കയ്യും കാലും വയ്യ. കൈയും കാലിനും കുഴപ്പമില്ലാത്തപ്പോ ഒന്നും ചെയ്തും കണ്ടില്ലല്ലോ. എന്ത് ഞാൻ പറയണമെന്ന് നീ കേക്കണല്ലേ? ഓ കേട്ട് കേട്ട് കേട്ട്. എന്ത് സൗണ്ട് ഒക്കെ വല്ലാതിരിക്കണേ? എന്താ കാര്യം പറയണ്ടോ? കാര്യം പറ. ഇവിടുന്ന് വീട് മാറിപ്പോണം. വീട് മാറിപ്പോണ? ഓ. ആര്? മെർലിൻ. മെർലിനാ? എങ്ങോട്ട് പോണ്? എങ്ങോട്ടെന്ന് വെച്ചാൽ മൈസൂറോ കോട്ടയോ, ഒന്നെങ്കിൽ മൈസൂർ എന്തോ ബന്ധുക്കളുണ്ടെന്ന്, ഒന്നെങ്കിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ കോട്ടയത്തോട്ട് തിരിച്ചു പോകുന്ന പറയണം. ഇവിടെ ബിസിനസ്സിൻ്റെ ആവശ്യമായതുകൊണ്ടാണല്ലോ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നേ. ഇവിടെ ഒരു വീട് മേടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഇപ്പം അത് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇനി താമസിച്ചാൽ ശരിയാവില്ലെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. ഇപ്പം ചീനു വിളിച്ചു പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ പോവും. അപ്പം സാരില്ല, പോട്ടെ. ആ അങ്ങനെ പറഞ്ഞാലേ പറ്റുമല്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കേസല്ലല്ലോ. വരുന്നല്ലോ നോക്കാം. നീ ഇങ്ങനെ വിഷമിക്കല്ലേടാ, എന്തെങ്കിലും ഒരു മാർഗം കാണും. എന്ത് മാർഗം കാണാൻ? ഒന്നാമത് അവിടെ എന്നെ മൊത്തത്തിൽ വെറുത്തിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ പരിവേഷം അത്ര നല്ലതൊന്നും അല്ലല്ലോ. നമ്മുടെ ടൈം ബെസ്റ്റ് ടൈം തന്നെ ചേച്ചി. സത്യം പറയാതിരിക്കാൻ വയ്യ. ആ ബാ, മാമനെ അമ്മായിനെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ? പിന്നെ പറയണ്ടേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മാമൻ പറഞ്ഞ കാര്യം. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് കുറെ ചീത്ത. ഇവിടെ നടന്ന കാര്യമൊന്നും ഞാൻ വിളിച്ച് പറഞ്ഞില്ലെന്നും പറഞ്ഞു. ആ പിന്നെ നീ വിളിക്കാറില്ലല്ലോ. വിളിക്കണം. എന്തിനു ചേച്ചി, അതാണ് വലിയ കാര്യം. പിന്നെ മെർലിൻ ഇവിടുന്ന് വീട് മാറാൻ പോണതാണ് വലിയ കാര്യം. മെർലിൻ വീട് മാറാൻ പോണാ? ഓ ഓ നല്ല കാര്യമായി. ആ തലവേദന അങ്ങനെ മാറിക്കിട്ടും. പിന്നെ ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി ഇങ്ങോട്ട് ദേഷ്യപ്പെടണം വിളിച്ചോടണേ. വല്ല കാര്യമുണ്ടോ? ഞാനത് കേൾക്കേണ്ട കാര്യം എന്താണ്? ഞാൻ വല്ലതും വിളിച്ച് പറയാമെന്ന് വിചാരിച്ചാണ്, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു മാമ. ഞാൻ പടവലത്ത് നെയ്യാറ്റിക്കരയൊക്കെ വിളിച്ചിട്ട് കരയും, എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തും. കുടുംബത്തിന്റെ പേരറക്കരുതെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇവിടെ നടക്കുന്ന സംഭവം എല്ലാവരും അറിയട്ടെ. അതൊരു കണക്കിന് നല്ലത് തന്നെ. ഈ വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴേ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊണ്ടാട്ടം നടത്തണയാണല്ലേ. തവണ അത് കുറച്ച് കടുത്തുപോയി. വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ കൊണ്ടാട്ടം, ഇടയ്ക്ക് മുറയ്ക്കൊക്കെ കൊണ്ടാടുന്നുണ്ട്. ഇനി ഇടിയും കൊണ്ട് ഓടും നിന്റെ അച്ഛൻ. സൂക്ഷിച്ച് നിന്നോളാൻ പറ. ആ തക്കം നോക്കിയിട്ടാണ് ജോയിമോന് സൗഖ്യം കയറി മേഞ്ഞിട്ട് പോയത്. എന്തിനു മേഞ്ഞിട്ട് പോയെന്ന്? ആരെ മേഞ്ഞിട്ട് പോയെന്ന്? ഇപ്പൊ ജോയിമോനാണ് കിടക്കപ്പുറതി ഇല്ലാത്തത്. വീട്ടിലും കിടക്കപ്പുറതി ഇല്ല, നാട്ടിലും നടക്കപ്പുറതി ഇല്ല. ആ അവസ്ഥയാണ്. മുട്ടപാല് വേണേ കയറി തിരിഞ്ഞേക്കണേ. നീ അത് പറയാതെ പോയി കിടന്നേ. ചെല്ലി പോ. അവരുടെ കയ്യും കാലും വയ്യ, എന്നിട്ട് ഞൊണ്ടി ഞൊണ്ടി കിടക്കുക. കിടക്ക് ഇതിന് വേണ്ടി കിടക്ക. എനിക്ക് വയ്യ. ഞാനാ മറ്റേ ലവൻ വരുമെന്ന് പറഞ്ഞു. ചീനു അമ്മ അവൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയെന്നേ. അത് വീടിൻ്റെ അകത്ത് വരാൻ പറഞ്ഞു. ഇവിടെ ഒന്നും നിൽക്കണേ. പിന്നെ വീടിൻ്റെ അകത്തോട്ട് വരാൻ പറഞ്ഞാൽ പോരെ? ഇത് ഇനിയിപ്പം ചിലപ്പോൾ വീടിൻ്റെ അകത്ത് ചിലപ്പോൾ അച്ഛൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വീടിനകത്ത് കയറി വന്നാലോ. അപ്പോൾ വീടിനകത്ത് അങ്ങനെ അച്ഛൻ കയറി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അടിയായാലോ. പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, നമുക്ക് ഗേറ്റിൻ്റെ ഇവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. ആ മാമ എങ്ങോട്ട് പോയത്? ഞാൻ ഇങ്ങോട്ട് പോയി വല്ലാത്തൊരു വെട്ടിച്ചെന്ന് ചാടിയടേ. ഹോട്ടലിൽ തുടങ്ങാനൊക്കെ പറഞ്ഞിട്ടേ പറഞ്ഞ ആൾ എങ്ങോട്ടോ പോയി കിടക്കണം. പൈസയും കണ്ട ഒഴുകി പോയി. കൂടെയുള്ള ആളാണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് കറങ്ങി കിടക്കണം. മാമ അമ്മ വിളിച്ചായിരുന്നു. അമ്മ വിളിച്ച അവൾ എന്നെ വിളിക്കട്ടെ, അപ്പം കാണിച്ചു കൊടുക്കാം. എന്താ യേശു കണ്ണെന്ന് പറഞ്ഞേ? എന്താ കണ്ണെന്ന് പറഞ്ഞേ? വിളിച്ചത് പഞ്ചാര വർത്താനം പറയാനോ ഈ സെന്റിമെന്റ്സ് അടിക്കാനോ ഒന്നുമല്ല. പിന്നെ വിളിച്ചപ്പോൾ വന്നതുകൊണ്ട് നന്ദി.
സന്തോഷം, അത്ര തന്നെ. എനിക്കറിയാം താനിപ്പോൾ എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണണില്ലെന്ന്. സാരമില്ല. തനിക്ക് സാരമുണ്ടെങ്കിൽ എനിക്ക് സാരമില്ല. അല്ല, താനും തൻ്റെ ഫാമിലി ഇവിടുന്ന് വേറെ എങ്ങോട്ടോ പോകുന്നു എന്നറിഞ്ഞു, മാറിപ്പോകുന്നു. ഞങ്ങൾ ഇവിടുത്തുകാരല്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ പോയിന്ന് വരും. ഓ, ഇവിടുത്തുകാരല്ലെങ്കിൽ എങ്ങോട്ട് വേണേലും പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ പോകാൻ കാരണം ഞാനും എൻ്റെ ഫാമിലി ആണോ എന്നൊരു ആണെന്നോ അല്ലെന്നോ വെച്ചോ. ഇതിപ്പോൾ എന്തായാലും താൻ പോകാൻ പോവല്ലേ, അപ്പോൾ പിന്നെ ഒരു മയത്തിലൊക്കെ സംസാരിച്ചിട്ട് കൂടും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓ, താൻ എന്നെയും ഒരുപാട് അകന്നു അല്ലോടോ. അല്ല, എൻ്റെ ഓരോ സാഹചര്യങ്ങളാണ്. പക്ഷെ അത് കേൾക്കാൻ താൻ തയ്യാറില്ല. അപ്പം ഞാൻ എന്തു പറയാം? കേശുപ്പിന് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടോ? എന്തിനാ വിളിപ്പിച്ചേ? അല്ല, നിങ്ങൾ ഫാമിലിയായിട്ട് ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യുകയാണെന്ന് അറിഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി, എല്ലാത്തിനും സോറി, എവരിത്തിങ് സോറി. ഇനിയിപ്പം താൻ എങ്ങോട്ടാണ് പോകണമെന്ന് കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തിനാ കുടുംബക്കാരായിട്ട് അവിടെ വന്ന് അലമ്പുണ്ടാക്കാനാ? മെർലിനെ? അയ്യോ ഡാഡി, അല്ല അച്ഛൻ, കേശുവിന്റെ അച്ഛൻ. ഞാൻ പോണേ. മക്കളെ ഇവിടെ പോണേ, വാ. എന്ത് എൻ്റെ കൂടെ സംസാരം? നിങ്ങൾ തമ്മിൽ പണക്കമല്ലേ? അല്ലേ? അല്ല, ഇഷ്ടത്തിലൊന്നും അല്ലല്ലോ. ഇഷ്ടത്തില്ല. ആണല്ലേ? അല്ല 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 അല്ല, പിന്നെ എന്തിനാണ് ഈ സംസാരം? കേശുവിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ വന്നതാ. അവനെന്തേലും പറയാനുണ്ടെന്ന് പറഞ്ഞാൽ മോള് ഓടി ഇങ്ങി വരുമോ? ഇല്ല. അതിനെന്താണ് ഉറപ്പ്? ഇനി വരൂല. ഇനി വരൂലേ? അതാണ് ചോദിച്ചാൽ അതിനെന്താണ് ഉറപ്പ്? എന്താ മെർലിൻ പാവോ? മെർലിൻ പാവോ? അപ്പൊ നീ ഭയങ്കരമാണോ? ഒജയവും പാവോ ഭയങ്കരവും? എനിക്കറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഇവന്റെ സ്വഭാവത്തിനെ പറ്റി നിനക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ വിളിച്ചപ്പോ ഓടിങ്ങി വന്നോണം അല്ലേ? ഇനി വരുവോ? വരൂല. വരുവോ ഇല്ലേ? വരൂല. വരുവോ ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലേ? വരൂലല്ലേ? പിന്നെ ഇനി വന്നു വരുത് കമ്പട ഇവളെ കൊച്ചു പേടിച്ചൂല്ലേ? നിനക്ക് പേടിയില്ലേ? ഉണ്ട്, പേടിയുണ്ട്. എടാ, മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒഴിക്കുന്ന കൊച്ചുങ്ങളെ നീ എന്തിനാ ഇവിടെ പിടിച്ച് നറുകൊട്ടി സംസാരിക്കുന്നത്? എടാ, നമ്മളെ വീട്ടില് പെമ്പിള്ളേരെ ഇതുപോലെ ആരെങ്കിലും പുറത്തിറങ്ങി സംസാരിപ്പിച്ചാ നിനക്ക് ഇഷ്ടപ്പെടാ? അച്ഛാ, ഇത് അതേപോലെയാണോ? എല്ലാ പിള്ളേരും ഒരുപോലെടാ. അല്ല, നിനക്ക് നിന്നെ എടാ, നീ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലേടാ. നിന്നെ ഞാൻ ഇന്ന് നീ കേട്ടോ നില്ലേ, ഞാൻ കമ്പെടുക്കാനും പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എറിഞ്ഞു പോടാ. വീട്ടിൽ പോടാ. ഓടാ. അയ്യ, ഈശ കിളുത്ത് വരണേ ഉള്ളൂ. കൊച്ച, നീ വീട്ടില് വാ. നീ വരാന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ, നീ വരില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ഇനി അങ്ങോട്ട് വരാന്ന. പിന്നെ ഒന്ന് പോയേ സജിനി, ഞാൻ വിൽക്ക, പിന്നെ വിളിക്കും. മെർലിനായിരുന്നാ? ഡാഡി വേണ്ട ഡാഡി, നമുക്ക് പോവാം. നീ മിണ്ടാതിരിക്കും. മെർലിൻ ഇവിടെ. ഹായ്. ഹായ് ചേച്ചി, എന്തുണ്ട് വിശേഷം? ഓ, സുഖം. അതെ, ഞങ്ങളിവിടെ ഗസ്റ്റായിട്ട് വന്നതല്ല. അയാളെവിടെ? പ്ലീസ് കോൾ ഹിം. ഇത് ഓക്കെ. എന്തു വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? പ്ലീസ് കോൾ ഹിം. എന്താണ്? അച്ഛനെ വിളിക്കാന്നൊക്കെ പറയണം. അയാൾ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞായിരുന്നു. ഇവളും ഇയാളും തമ്മിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി സംസാരിക്കില്ലായിരുന്നു? അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ അയാൾ എൻ്റെ അവിടേക്ക് വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങളെപ്പോലെയല്ല. ഇത് പറയാനാണ് ഇയാൾ ഇങ്ങോട്ട് വന്നത്? അതുമാത്രമല്ല, ഇയാളിനി എൻ്റെ മോളെ വിളിക്കാനും പാടില്ല.
ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് വിളിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ വിളിക്കും. കണ്ട അയാൾ അഹങ്കാരം കണ്ട. ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാ ഞങ്ങൾ വീട് മാറി താമസിക്കാൻ പോകുന്നത്. മെറിലും വീട് മാറാൻ പോവാ? ആ ചേച്ചി. എങ്ങോട്ട് മാറണേ? എങ്ങോട്ട് മാറിയാലും പറയണേ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി ചേച്ചി. മെറി സ്റ്റോപ്പ്. ഇനി ഞങ്ങളെ ശല്യം ചെയ്യരുത്, മനസ്സിലായ? അതെ, ഇയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. അയ്യോ, ഞാനൊരു വഴിപോക്കനാണേ. ഇവിടെ എന്താ ബഹളം? എന്തു വേണം? ഞാൻ കുറച്ച് ടെൻഷനിലായി, അത് കാരണം കുറച്ച് സൗണ്ട് കൂടി, അത്രയേ ഉള്ളൂ. സൗണ്ട് കൂടിയാ? എൻ്റെ വീടിനകത്ത് കേൾക്കുന്ന സൗണ്ട് കൂട്ടാൻ പാടില്ല. അതെന്താ? ഒരു മിനിമത്തിലേ സംസാരിക്കാവൂ. ഇതെന്തോ പറയുന്നത് ഇയാള്? അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് വിൻസെൻ്റ് തോമസേ? വിൻസെന്റ് ഗോമസ്. എന്ന് ഗോമസ് തോമസേ, പിള്ളേർ രണ്ടും പപ്പ് പിള്ളേരല്ലേ? കുറച്ചുകൂടെ വലുതാവട്ടെ, ഒരു പഠിക്കട്ടെ, നല്ലൊരു പൊസിഷനിൽ എത്തിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം. ഈ തോമസിന് ഇത്ര ഒപ്രാളം എന്തിന്? ഞാൻ എന്ത് വെപ്രാളം കാണിച്ചെന്നാ? ഈ പയ്യൻ വിളിച്ചിട്ടാ ഇവളെ ഇറങ്ങി വരുന്നത്. നീ വിളിച്ചാടാ? നീ വിളിക്കാതെ പങ്കുള്ളൂ. ആ വിളിച്ചൊന്നുമില്ല, ചുമ്മാ ആവശ്യമില്ല പറയരുത്. ആ വിളിച്ചായിരുന്നില്ലേ എന്നെ? മെർലിനെ, നീ നിന്റെ ഡാഡിയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? അത് തന്നെ, അതായിരിക്കും നല്ലത്. പിന്നെ ഈ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. ഇതിന് എത്ര വിലയായെന്ന് അറിയാവോ? വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്രയ്ക്ക് കിട്ടി? ഇതിനെ നല്ല വിലയായിട്ടുണ്ട്. ഞങ്ങൾ ഈ സൊസൈറ്റിയിൽ ഒരു ഡിഗ്നിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ നിലയും വിലയും വെച്ചേ ജീവിക്കുള്ളൂ, നിങ്ങളെ പോലെയൊന്നും അല്ല. അയ്യോ, ഈ പണക്കാരന്മാരെ നാണം കെടുത്താൻ വേണ്ടി ഓർത്തം ജനിച്ചിട്ടുണ്ട്. ശ്രീകുട്ടാ, ഈ പണക്കാരന്മാരല്ല മണ്ടന്മാരാണടാ. പണക്കാരെല്ലാവരും മണ്ടന്മാരല്ലോ, പണക്കാരിൽ ചിലര് മണ്ടന്മാരാണ്. അല്ല ഓയ്, നിങ്ങൾക്ക് ഈ പണക്കാരന്മാരെ മാത്രം മതിയോ? പാവങ്ങളെ വേണ്ടേ? പാവങ്ങളെ പുച്ഛമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, പാവങ്ങളെല്ലാം കൂടെ വിളിച്ച് കൊന്നുകളാ, പണക്കാരെ മാത്രം ഇട മതി. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വളരെ ചീത്തപ്പേരാണ്. അയ്യോ, ഇത്രയും വൃത്തികെട്ട ഒരാളുടെ മകൻ എൻ്റെ മോളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. സംസാരിക്കുമ്പോൾ സൂചി സംസാരിക്കണം കേട്ടോ. എന്തൊരു കേസൊന്ന്? You know who is this man is? Yes, Do you know how efficient he is? പപ്പയെ അച്ഛൻ ആരാന്ന് വിളിച്ചോണ്ട് പോണണ്ട. ഞാൻ വല്ലതും വിളിച്ച് ഞാൻ പറയും. എന്റെ മെർലിനെ ഒന്ന് വിളിച്ചോണ്ട് പോടേ. You know 850. 850. This is dirhams. എൻ്റെ കൂളിംഗ് ഗ്ലാസും പത്രാസും നമ്മൾ ഇതുവരെ എത്ര കൂളിംഗ് ഗ്ലാസ് കണ്ടേക്കണേ. മക്കളെ ഞാൻ വാടാ, എൻ്റെ ക്യാഷ് വിട്ടാ. ഇത് തക്കലവാ മക്കള് അച്ഛൻ്റെ മോനാണ് തെളിയിച്ച് കേട്ടാ അല്ലേ? എന്റെ അമ്മ, ഇത് അമ്മ എടാ, അത് ഞാൻ അച്ഛൻ വിളിക്കണ വിളിയല്ലേടാ, നിനക്കത് ചേരൂല. എൻ്റെ അമ്മ അങ്ങനെ വിളിക്കണം. ചെല്ലേ, അച്ഛൻ പോണം. അച്ഛൻ ഇതിൻ്റെ അകത്ത് കയറിക്കൂടാ. ഭാഗ്യേശു അങ്ങ് മാറിയിരുന്ന് കരയാൻ ബാ. അവിടെ ഇല്ലേ? കാണാനില്ലല്ലോ. അച്ഛാ, ചോ എവിടെ? ഈടേ എന്താ പരിപാടി? ഈടാ പറ്റുമോ കാല്? കുഴപ്പമില്ല. ആ ഇല്ലേ, വീട്ടിലെന്തൊക്കെയാണ് വിശേഷം? വീട്ടിലെ വിശേഷോ? മാവ് പൂത്തു, ഫ്രണ്ടിലത്തെ കുറച്ച് പുല്ലുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് വളർന്നു. പിന്നെ പുറകെ നിന്ന കറിവേപ്പ് അത് ആരാണ്ട് ഒടിച്ചുകൊണ്ടുപോയി. ഭയങ്കര വിശേഷം തന്നെ. എണ്ണയൊക്കെ തേച്ച് പരിപാടി എന്ത്? അത് ജോലി കൂലി എന്ന് പറഞ്ഞ് കുറേ നടന്നു. നടന്നപ്പോഴേ കുടുംബം നോക്കി, പക്ഷേ എണ്ണ തേച്ച് നേരെ കുളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് തേച്ച് നല്ല ഉഗ്ര ഒരു കുളി കുളിക്കും. എവിടെ പോയി കുളിക്കും? ആ പാറവഴി എടുത്ത് ചാടും. നല്ല ആഴമാണ്, ആ സൈഡിലെങ്ങനെ നിന്ന് കുളിച്ചാൽ മതി. അച്ഛന് നന്നായിട്ട് നീന്താൻ അറിയാം മക്കളെ, അതുകൊണ്ട് പാറവെടുത്ത് ചാടിയാലും കുഴപ്പമില്ല. പിന്നെ പോണെങ്കിൽ പുല്ല് പോട്ട്. ആ
പിന്നെന്താണ് പരിപാടി? കുളിച്ച് കഴിഞ്ഞിട്ട് ഏ? കുളിച്ച് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി? പിന്നെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചായ കിടക്കണം. അവിടെ പയ്യന്മാരെല്ലാം നോക്കിയിരിക്കാണ് എൻ്റെ പഴയ വീര കഥകൾ കേൾക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 ദോശ ഇടണം, രസവട ഇടണം, സാമ്പാറെല്ലാം കൂടെ മുക്കി ഒരു അടി അടിക്കും. അത് കഴിഞ്ഞ് പോവാം. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് പക്ഷെ ചായക്കടയിൽ ഞങ്ങൾ കേട്ടത് അത്ര അല്ലല്ലോ. കൂടെ കുറച്ച് പിള്ളേർ കാണും, അമലാൽ ഒരാളെ പറഞ്ഞു വിട്ട് കുപ്പി സാധനം എടുക്കും, അവരിരുന്ന് അടിക്കും. ചായക്കടയിൽ തന്നെ ഗ്ലാസ് മേടിച്ചിരുന്ന് അടിക്കും, അവിച്ച് മുട്ട ഇട്ടു അത് കഴിക്കും. പാല് മുട്ടപ്പാല് വേണമല്ലോ, ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്കാൻ ആൾക്കാർ കാണുമല്ലോ. മകളെ ഇതൊക്കെ ചുമ്മാ കിംവദന്തികൾ പറഞ്ഞു വരുത്തേണ് അറിയാം. കിംബദന്തി ഒരു തന്തിയില്ല, കറക്റ്റ് റിപ്പോർട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഭാഷയെ കണ്ട അവനെ കണ്ടെങ്കിൽ അവൻ ഇടിച്ച് പിടിക്കണം. അവനാണ് റിപ്പോർട്ടുകൾ ഇവിടെ എത്തിയത്. ചുമ്മാ അടങ്ങിയിരി അച്ഛാ, ഭാഷകളൊന്നും ചെയ്യരുത് കേട്ടാ. ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ വെറുതെ ഉമ്മ കൊടുക്കും. ശരി, ചായക്കടയിലെ പരിപാടി കേട്ടെന്താണ് പരിപാടി? ചായക്കട പരിപാടി കണ്ടിട്ട് എനിക്ക് നമ്മളെ ടീമൊക്കെ ഇപ്പം വിട്ട് അവന്മാർ കുടുംബക്കാരന്മാരായി. കൊച്ചി ചെന്ന് കുറെ പയലുകളെ സെറ്റ് ചെയ്യണം. വേണം. ജോയിമാനും കൂട്ടരും പയലുകളെ കൊണ്ടുവന്ന് എനിക്ക് കൊച്ചിയിൽ നിന്ന് പയലിൽ ഇറങ്ങണമല്ലോ. അച്ഛൻ ചുമ്മാ കളിക്കരുത് കേട്ടാച്ചാ. ഒരു അവസരം കിട്ടിയപ്പോ കേറി അങ്ങോട്ട് അർമാദിക്കാ. മര്യാദയ്ക്ക് വീട്ടിലോട്ട് വന്നോളാം. നിങ്ങളെ അമ്മ വരുമോ? അമ്മ വന്നാലും വന്നില്ലെങ്കിൽ അച്ഛൻ എന്താ പ്രശ്നം? അച്ഛനൊരു പ്രശ്നമില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയില്ല, ശല്യപ്പെടുത്താ വരാതിരുന്നാ മതി. അച്ഛനെന്താ പ്രശ്നം? അച്ഛൻ വീട്ടിലോട്ട് വാച്ചാ. ഒരു കാര്യം പറയാം കേട്ടാ, അച്ഛൻ ഇന്ന് വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ കളി മാറുവേ. ഞാൻ വരാതിരിക്കാനാണ് സാധ്യത. എന്നാ പിന്നെ ഇവിടെ തന്നെ ഇരി. ഇവിടെ ഒന്നും എല്ലാ കൊതുകിന്റെ കുത്തും കൊണ്ട് വല്ല അസുഖമായിട്ട് അങ്ങോട്ട് പോവാ, ശരിയാക്കി തരാം. അപ്പൊ ബോധമില്ലായിരിക്കണ ആൾക്ക് എന്തൊരു കൊതുകിന്റെ കുത്ത്. നിങ്ങൾ എത്ര വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഞാൻ വരില്ല. അച്ഛൻ വരില്ല. പിന്നെ വരണ്ട, ഇവിടെ ഇരി. ബാ കേശു, എന്താ ഒക്കെ എടുത്തോണ്ട് പോ. ആരോഗ്യവും ഇല്ല ഇതിനൊന്നും. പോവാച്ചാ, ബൈ. കുറച്ച് ദിവസമായി കുഴമ്പൊക്കെ തേച്ചൊന്ന് വാങ്ങിച്ചു. അച്ഛൻ വരില്ലെന്ന് ഉറപ്പാടോ? വരില്ലെന്ന് ഉറപ്പ്. ഞാനിനി വീട്ടിലോട്ടില്ല. ഞാനൊരു ഫാമിലി മാൻ അല്ല. വാടാ പോടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.